Hi, hello, welcome to a very new video of BioOcean and ഇന്ന് അഗെയിൻ നമ്മളുടെ 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത്. സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ RNA പറ്റിയിട്ടായിരിക്കും നമ്മളിന്ന് പഠിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ടുഡേയ്സ് ടോപ്പിക് ഈസ് അബൌട്ട് ടൈപ്സ് ഓഫ് RNA ആൻഡ് ദെയർ ഫങ്ഷൻസ്. കുഞ്ഞു ടോപ്പിക്കാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് നിർത്തി പോകരുത്. നമ്മൾ സെറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലേക്ക് തന്നെ എത്തണം. ഏത് വിധേനയും നമ്മൾ സെറ്റ് ക്രാക്ക് ചെയ്തേ ഒക്കൂ എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാ ടോപ്പിക്സും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വൈകിട്ട് 8 മണിക്ക് ഷോർട്സ് ഇടുന്നുണ്ട്. ആ ഷോർട്സിലെ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക. ഷോർട്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ആൻസറൊക്കെ നിങ്ങൾക്ക് ശരിയായി തന്നെ കിട്ടാറുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ RNA പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഇതിൻ്റെ ഒരു ജനറൽ ബ്രീഫ് ഐഡിയ എന്താണെന്ന് നോക്കാം. RNA എന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ് ഈസ് റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? അതിനകത്ത് റൈബോൻ്റെ Rഉം ന്യൂക്ലിക്കിൻ്റെ Nഉം ആസിഡിൻ്റെ Aയും കൂടെ ചേർത്തിട്ടാണ് RNA എന്ന് പറഞ്ഞിട്ട് നമ്മളതിന് പേര് കൊടുത്തത്. ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. പോളിമർ ഓഫ് റൈബോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് എഴുതിക്കണുണ്ടോ? പോളിമർ എന്ന് വെച്ചാൽ എന്താ? ഇതിങ്ങനെ കുറേ എണ്ണം ചേർത്ത് വെച്ചുണ്ടാക്കുന്നത് എന്നുള്ളതല്ലേ? കുറേ മോണോമറുകൾ ചേർത്ത് വെച്ചുണ്ടാക്കുന്നതാണ് പോളിമർ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ മോണോമർ യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഏറ്റവും ചെറിയ യൂണിറ്റ് നമുക്ക് RNAയിൽ കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് റൈബോ ന്യൂക്ലിയോടൈഡ്സ്, അല്ലെങ്കിൽ ചുമ്മാ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ കുറേ റൈബോ ന്യൂക്ലിയോടൈഡുകൾ ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കി വെച്ചേക്കുന്നത്? സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു പോളിമർ ആയിട്ടുള്ള RNA ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആൻഡ് ഇത് നമ്മൾക്ക് വൈറസുകളിൽ കാണാൻ പറ്റും, പ്രൊക്കറിയോട്ടിക് സെൽസിൽ കാണാൻ പറ്റും, യൂക്കറിയോട്ടിക് സെൽസിലൊക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് അത് മാത്രമല്ല, സൈറ്റോപ്ലാസത്തിൽ നമ്മൾക്കിതിനെ ഒരുപാട് നമ്മുടെ സാധാരണ സൈറ്റോപ്ലാസംസിൽ ഈ ജീവികളുടെയൊക്കെ സൈറ്റോപ്ലാസത്തിലായിരിക്കും ഭൂരിഭാഗം വരുന്ന അമൗണ്ടിലും നമ്മൾക്ക് RNA കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് നമ്മളുടെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന പ്രോട്ടീൻ സിന്തസിസിന് ഉപയോഗിക്കുന്ന ഒരു സെൽ ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോമിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ഈ RNA എന്ന് പറയുന്നത്. RNAയും റൈബോസോമും തമ്മിൽ ഭയങ്കര വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ റൈബോസോമിന് വർക്ക് ചെയ്യണം, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആരാവശ്യമാണ്? ഈ പറഞ്ഞ നമ്മളുടെ റൈബോസോമിൽ RNA ആവശ്യമാണ്. പിടികിട്ടിയോ? ആൻഡ് RNA നമ്മൾക്ക് നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ന്യൂക്ലിയോലസിൽ നമുക്ക് RNA കാണാൻ സാധിക്കാറുണ്ട്. പിന്നീട് അവിടെ നിന്ന് അത് മൂവ് ചെയ്ത് സൈറ്റോപ്ലാസത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള പല സ്ഥലത്തേക്ക് പോകുന്നു. ആൻഡ് അത് സൈറ്റോപ്ലാസത്തിൻ്റെ പലയിടങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നതും പലതരത്തിലുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് എന്ത് RNA ആണോ ഫോം ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA ഉണ്ട്. ഓരോ RNAയ്ക്കും അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പോട്ട് ഉണ്ട്, സൈറ്റോപ്ലാസത്തിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും അവരിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി RNAക്കകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയാമെന്നുണ്ടെങ്കിൽ ഒരു ഷുഗർ ഉണ്ട്. ആ ഷുഗറിൻ്റെ പേര് റൈബോസ് ഷുഗറാണ്. DNA കാണുന്ന പോലെ തന്നെയുള്ളൊരു പെൻഡോസ് ഷുഗറാണിത്. പെൻഡോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഉള്ളൊരു ഷുഗർ തന്നെയാണ് ഇതും. ആൻഡ് DNAയിലേക്കാളും കുറച്ചും കൂടെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് RNAയും RNAയിലെ ഷുഗറൊക്കെ. ആൻഡ് ആൽക്കലൈൻ കണ്ടീഷൻസിൽ ഇത് ഒട്ടും സ്റ്റേബിൾ അല്ല, ഭയങ്കര ലൈക്ക് അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടെയാണ് നമ്മളുടെ RNA എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കും RNAയിലെ ഷുഗർ ഏതാ, കുറച്ചും കൂടെ റിയാക്റ്റീവ് ഏതാ, അൺസ്റ്റേബിൾ ഏതാ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ DNA ആണ് കുറച്ചും കൂടെ ലെസ് റിയാക്റ്റീവും അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളത്. RNA ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ റിയാക്റ്റീവുമാണ്, ഒട്ടും സ്റ്റേബിൾ അല്ലാത്തതാണ്. ഓക്കെ, ഇനി പൊതുവെ നമ്മുടെ RNAയുടെ ആ ഹെലിക്കൽ ഗ്രൂവ്സ് ഉണ്ടല്ലോ, ഇതിന് പിരിഞ്ഞല്ല ഇരിക്കുക. DNA ഇരിക്കുന്ന പോലെ തന്നെ ഹെലിക്കലായിട്ടുള്ള ഇതും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പം ഇതുപോലെ വലിയ ഹെലിക്കൽ ഗ്രൂവ്സ് നമ്മൾക്ക് RNAയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം എൻസൈംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്ത് ഡീഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ ഹെലിക്കൽ ഗ്രൂവ്സ് ഉള്ള RNA പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യാം, പെട്ടെന്ന് എൻസൈംസിനൊക്കെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി നമ്മളുടെ RNA സ്ട്രാൻഡ്സ് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിന് നമ്മൾക്ക് ലൈക്ക് ഈ പറഞ്ഞ പോലെ UV ലൈറ്റ് അങ്ങനെയുള്ള റേഡിയേഷൻസിൽ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ റെസിസ്റ്റൻ്റ് ആണ് എന്നുള്ള രീതിയിൽ പറയാം. അത്ര അങ്ങോട്ട് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. അത്ര ഒരുപാട് ലൈക്ക് ഡാമേജസ് DNA തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ റേഡിയേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മ്യൂട്ടേറ്റഡ് ആയിട്ട് പോകാനും ഡാമേജസ് ഒക്കെ സംഭവിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഇല്ലേ. പക്ഷേ RNA സ്ട്രാൻഡ്സ് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കാം. നമുക്കതിനെ ബ്രോക്കൺ ഡൗൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും, പിന്നീട് അത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ UV ലൈറ്റ് പോലെയുള്ള റേഡിയേഷൻസിനോടൊക്കെ അതിന് ഒത്തിരി റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡാമേജസ് ഒന്നും അതിനുണ്ടാവില്ല. ഓക്കെ, എന്തായാലും DNA കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കാം.
ഇനി RNA-യിൽ പക്ഷേ മ്യൂട്ടേഷൻ നടക്കാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. കാരണം ഇതിനകത്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള ചില ബേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂട്ടേഷൻ്റെ റേറ്റ് ഒരല്പം ഇതിനകത്ത് കൂടുതലാണ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഓരോ സെല്ലിലും കാണുന്ന RNA-ക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഒന്നുമില്ല. അത് ഓരോ സെല്ലിനനുസരിച്ചിരിക്കും. ഓരോ സെല്ലിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സിലാണ് RNA കാണാനായിട്ട് പറ്റുക. ആൻഡ് RNA-ക്ക് ഈ പറഞ്ഞ പോലെ DNA-നേക്കാൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ളൊരു ഫങ്ഷനിങ് ഒരു റേഞ്ചാണ് നമുക്ക് RNA-ക്കുള്ളതെന്ന് പറയാൻ പറ്റും. DNA ഇപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ മാത്രമാവുന്നിടത്ത് RNA-ക്ക് മറ്റു പല ഫങ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത അത്രയും റോൾസൊക്കെ ഒരു ജീവിയിൽ ചെയ്യാൻ RNA-നെ കൊണ്ട് സാധിക്കും. പിടികിട്ടിയോ? ആൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഡിങ്, ഡീകോഡിങ്, നമ്മുടെ ജീനുകളുടെ എക്സ്പ്രഷൻ, ജീനുകളുടെ റെഗുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ RNA മോളിക്യൂളിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഇത്രയും ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഫങ്ഷനിങ് ആർക്കില്ല, DNA-ക്ക് എന്തായാലും ഇല്ല. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിഷനാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. RNA ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൈബോസ് ഷുഗർ ഉണ്ടായിരിക്കും, ഒരു ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ നൈട്രജൻ ബേസസ് ഉണ്ടായിരിക്കും. ഓരോരോ റൈബോ ന്യൂക്ലിയോടൈഡ്സിൽ ഇത് ഓരോന്നും ഇതാ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ റൈബോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, പിന്നെ നൈട്രജൻ ബേസസ് ഉണ്ട്. നൈട്രജൻ ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി പഠിച്ചിട്ടുള്ളത് DNA-ക്കകത്ത് കാണുന്നത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇങ്ങനെയാണ്. പക്ഷേ ഈ തൈമിൻ്റെ സ്ഥാനത്ത് RNA-യിൽ തൈമിൻ ഉണ്ടായിരിക്കില്ല, പകരം യുറാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു നൈട്രജൻ ബേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ തൈമിൻ എന്താണോ ചെയ്തിരുന്നത് അതിന് പകരമായിട്ട് യുറാസിൽ വരുന്നത് എവിടെ? RNA-യിൽ. അപ്പോൾ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇങ്ങനെ 4 നൈട്രജൻ ബേസുകളാണ് എവിടെയുള്ളത്? RNA-ക്കകത്തുള്ളത്. പിടികിട്ടിയോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നുണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് എന്ത് ചെയ്ത് വെച്ചേക്കുക, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 3 മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് റൈബോസ് ഷുഗർ, ഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ നൈട്രജൻ ബേസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയോടൈഡുകൾ ഒരുപാട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ലോങ് പോളിമറാണ് RNA. സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനും പൊളാരിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരറ്റം 5' ഗ്രൂപ്പ് ആയിരിക്കും, ഒരറ്റം 3' ആയിരിക്കും. ഈ 5' എൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഒരു ഫ്രീ ആയിട്ടുള്ള ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആയിരിക്കും. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊന്നിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഫ്രീ ഫോസ്ഫേറ്റ് മോളിക്യൂളുള്ള എന്തായിരിക്കും 5' ആയിട്ട് വരുന്നത്. ഇവിടെ 3' ആയിട്ട് വരുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എൻഡ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ആയിരിക്കും 3' ആയിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ന്യൂക്ലിയോടൈഡ്സിനെ റൈബോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ലൈക്ക് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് എ ലോട്ട് ഓഫ് റൈബോ ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, ഇനി ഒരുപാട് റൈബോ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് RNA ഉണ്ടാവുക എന്ന് പറഞ്ഞു. റൈബോ ന്യൂക്ലിയോടൈഡുകളാണ് ചേർന്നിട്ടാണ് അത് ഒരു പോളിമറായിട്ട് മാറുന്നത്. സോ RNA-യിലെ മോണോമർ എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിയോടൈഡ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ന്യൂക്ലിയോടൈഡ് അതിനെ സാധാരണ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നു. ഇനി 2 ഉണ്ടെങ്കിൽ നമ്മളതിനെ ഡൈ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. 3 ഉണ്ടെങ്കിൽ ട്രൈ ന്യൂക്ലിയോടൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഇതേപോലെ ഇവിടെ 2 റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഈ 2 റൈബോ ന്യൂക്ലിയോടൈഡ്സിനെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു ബോണ്ട് ഉപയോഗിച്ചിട്ടാണ്. ആ ബോണ്ടാണ് 3' 5' ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഓർത്ത് വെക്കണം കേട്ടോ. റൈബോ ന്യൂക്ലിയോടൈഡുകൾ 2 നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് 3' 5' ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടാണ്. അങ്ങനെ എല്ലാ ഈ പറഞ്ഞ റൈബോ ന്യൂക്ലിയോടൈഡുകളുടെ ഇടയിൽ നമ്മൾക്ക് ഏത് ബോണ്ട് കാണാൻ സാധിക്കും? 3' 5' ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്സ് കാണാനായിട്ട് പറ്റും. പിടികിട്ടിയോ? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൈട്രജൻ ബേസസ് ഇവിടെ തൈമിൻ ഇല്ല, പകരം തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിൽ വരും. അപ്പോൾ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇങ്ങനെ 4 നൈട്രജൻ ബേസുകൾ ഉണ്ടായിരിക്കും. പിന്നെ RNA-യിൽ കാണുന്ന ഷുഗർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒബ്വിയസ്ലി റൈബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൻറ്റോസ് ഷുഗർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, പിന്നെ ഒരു സിമ്പിൾ കാര്യം ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ DNA-യിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അഡിനിൻ തൈമിനായിട്ട് കമ്പൈൻ ചെയ്യും, ബോണ്ട് ചെയ്യും. 2 ഹൈഡ്രജൻ ബോണ്ടുകൾ ഉപയോഗിച്ച് അഡിനിൻ തൈമിനുമാണ് പെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ഗ്വാനിനും സൈറ്റോസിനും 3 ഹൈഡ്രജൻ ബോണ്ട് ഉപയോഗിച്ച് പെയർ ചെയ്യുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും തൈമിനില്ലാത്തതുകൊണ്ട് അഡിനിൻ പെയർ ചെയ്യുന്നത് യുറാസിലുമായിട്ടാണ്. ഇവർക്കിടയിൽ 2 ഹൈഡ്രജൻ ബോണ്ട്സ് കാണാൻ പറ്റും. ആൻഡ് നമ്മളുടെ ഗ്വാനിനും സൈറ്റോസിനും നേരത്തെ പറഞ്ഞ പോലെ 3 ഹൈഡ്രജൻ ബോണ്ട്സ് ഉപയോഗിച്ചിട്ട് പെയർ ചെയ്യുന്നു. ഓക്കെ, അത് യൂഷ്വലായിട്ട് തന്നെ തൈമിൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇവിടെ യുറാസിൽ വന്നു എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയായിരിക്കും. ഇനി നമ്മൾ ന്യൂക്ലിയോസൈഡിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ന്യൂക്ലിയോസൈഡ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷുഗറും ഒരു നൈട്രജൻ ബേസും ചേർന്നിട്ടുള്ളതാണ്. ഒരു ഷുഗറും ഒരു നൈട്രജൻ ബേസും ചേരുന്നതിനെ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഇതേപോലെ 4 ന്യൂക്ലിയോസൈഡുകളാണ് RNA-ക്കകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. റൈബോസ് അഡിനോസിൻ, റൈബോസ് ഗ്വാനോസിൻ, റൈബോസ് സൈറ്റിഡിൻ, റൈബോസ് യൂറിഡിൻ. ഈ യുറാസിൽ വരുന്നതാണ് റൈബോസ് യൂറിഡിൻ ആവുന്നത്. സൈറ്റോസിൻ വരുന്നതാണ് റൈബോസ് സൈറ്റിഡിൻ ആകുന്നത്. തെറ്റല്ല, അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ റൈബോസ് ഷുഗറിൻ്റെ ഒപ്പം അഡിനിൻ വരുമ്പോൾ നമ്മളതിനെ റൈബോസ് അഡിനോസിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും.
റൈബോസ് ഷുഗറിൻ്റെ ഒപ്പം ഗ്വാനിൻ വരുമ്പോൾ നമ്മൾ അതിനെ റൈബോസ് ഗ്വാനോസിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. റൈബോസ് ഷുഗറിൻ്റെ ഒപ്പം സൈറ്റോസിൻ വരുമ്പോഴത്തേക്ക് നമ്മളതിനെ റൈബോസ് സൈറ്റിഡിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ആൻഡ് റൈബോസ് ഷുഗറിൻ്റെ ഒപ്പം യുറാസിൽ വരുമ്പോഴത്തേക്ക് നമ്മളതിനെ റൈബോസ് യൂറിഡിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഒരു ഷുഗറും ഒരു നൈട്രജൻ ബേസ് മാത്രം അങ്ങനെ ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ഇനി ന്യൂക്ലിയോസൈഡ് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതാണ് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയോസൈഡിൻ്റെ ഒപ്പം ഒരു ഫോസ്ഫേറ്റും കൂടെ ചേർക്കും. ന്യൂക്ലിയോസൈഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു ഷുഗർ ഉണ്ടായിരുന്നു, ഒരു നൈട്രജൻ ബേസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം ആരെ കൂടെ ചേർക്കാനാണ് ഞാൻ പറഞ്ഞത്? ഫോസ്ഫേറ്റിനെയും കൂടെ ചേർക്കുക. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു ഷുഗർ, ഒരു നൈട്രജൻ ബേസ്, ഒരു ഫോസ്ഫേറ്റ്, ഇങ്ങനെ 3 സാധനങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം, ഒരു ഷുഗർ, ഒരു നൈട്രജൻ ബേസ്, ഒരു ഫോസ്ഫേറ്റ്, അങ്ങനെ എഴുതാം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ന്യൂക്ലിയോസൈഡ് പ്ലസ് ഒരു ഫോസ്ഫേറ്റ് എന്നുള്ള രീതിയിൽ എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ RNAയിലെ ന്യൂക്ലിയോടൈഡുകളെ നമ്മൾ ഒരുപാട് നേരമായിട്ട് പറയുന്നു റൈബോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അഗെയിൻ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് റൈബോസ് അഡിനിലിക് ആസിഡ്. അഡിനിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അഡിനിനാണ് ചേർത്ത് വെച്ചേക്കുന്നത്. ഈ റൈബോസ് അഡിനിലിക് ആസിഡിനെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട് റൈബോസ് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. റൈബോസ് എന്ന് പറഞ്ഞാൽ ഷുഗർ, അഡിനോസിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നൈട്രജൻ ബേസ്, ദെൻ മോണോഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോസ്ഫേറ്റ് എന്നുള്ള രീതിയിലാണ്. അതിനെ നമ്മൾ റൈബോസ് AMP എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. അഡിനോസിൻ മോണോഫോസ്ഫേറ്റിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടാണ് AMP എന്ന് പറയാം. ഇനി മറ്റൊരു ന്യൂക്ലിയോടൈഡാണ് റൈബോസ് ഗ്വാനലിക് ആസിഡ്. ദാറ്റ് മീൻസ് റൈബോസ് ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ്. റൈബോസിൻ്റെ ഒപ്പം ഗ്വാനോസിനും പിന്നെ ഒരു ഫോസ്ഫേറ്റും. ആൻഡ് ഇത് ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ് ആയതുകൊണ്ട് നമ്മളതിനെ ഷോർട്ട് ഫോമിൽ GMP എന്ന് പറയും. ഇനി റൈബോസ് സൈറ്റഡിലിക് ആസിഡ്. അപ്പോൾ റൈബോസ് സൈറ്റഡിൻ മോണോഫോസ്ഫേറ്റ്. ഇവിടെ സൈറ്റഡിൻ മോണോഫോസ്ഫേറ്റ് ആയതുകൊണ്ട് നമ്മൾ CMP എന്ന് പറയും. ലാസ്റ്റ് വൺ റൈബോസ് യൂറിഡിലിക് ആസിഡ് അല്ലെങ്കിൽ റൈബോസ് യൂറിഡിൻ മോണോഫോസ്ഫേറ്റ്. യൂറിഡിൻ മോണോഫോസ്ഫേറ്റിനെ നമ്മൾ UAP എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി റൈബോസ് എന്ന് പറഞ്ഞ ഷുഗറിൻ്റെ ഒപ്പം ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. ആ മോണോഫോസ്ഫേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫോസ്ഫേറ്റാണ് എല്ലായിടത്തുള്ളത് എന്നുള്ള മീനിങ്ങിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തു വെക്കേണ്ടത്, ഇത് എളുപ്പത്തിൽ നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ന്യൂക്ലിയോസൈഡ്സ് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ INE ഇതിൽ അവസാനിക്കുന്നതെല്ലാം അത് ന്യൂക്ലിയോസൈഡുകളായിരിക്കും അല്ലേ. റൈബോസ് അഡിനോസിൻ, ഗ്വാനോസിൻ, സൈറ്റഡിൻ, യൂറിഡിൻ, അപ്പോൾ എല്ലാം ഇന്നിലാണ് അവസാനിക്കുക. INEയിൽ അവസാനിക്കുന്നതെല്ലാം എന്താണ്? നിങ്ങളുടെ അടുത്ത് ന്യൂക്ലിയോസൈഡ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ RNAയുടെ ന്യൂക്ലിയോസൈഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ INEയിൽ അവസാനിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ മതിയായിരിക്കും. ഇനി ന്യൂക്ലിയോടൈഡുകളെ ഇതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡിൽ അവസാനിക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോസ്ഫേറ്റിൽ അവസാനിക്കുന്നത് നോക്കാം. ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ്. അപ്പം ഇവിടെ റൈബോസ് അഡിനിലിക് ആസിഡ്, റൈബോസ് ഗ്വാനിലിക് ആസിഡ്, അങ്ങനെ ആസിഡിൽ അല്ലെങ്കിൽ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, ആ ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ ഫോസ്ഫേറ്റിൽ, അതർ ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റിൽ അവസാനിക്കുന്നതായിരിക്കും ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത്. ഓർക്കണം കേട്ടോ അത്. ഓക്കെ, കാരണം പിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ തെറ്റിപ്പോവാതെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഞാനിവിടെ ഒന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് റൈബോസ് ഷുഗർ പ്ലസ് അഡിനിൻ പ്ലസ് ഫോസ്ഫേറ്റ്. അതാണ് റൈബോസ് അഡിനിലിക് ആസിഡ് അല്ലെങ്കിൽ റൈബോസ് AMP എന്ന് പറയുന്നത്. ദെൻ റൈബോസ് ഷുഗർ പ്ലസ് ഗ്വാനൻ പ്ലസ് ഫോസ്ഫേറ്റ് ആണ് റൈബോസ് ഗ്വാനിലിക് ആസിഡ്, അതിനാണ് നമ്മൾ റൈബോസ് GMP എന്ന് പറയുന്നത്. ദെൻ റൈബോസ് ഷുഗർ പ്ലസ് സൈറ്റോസിൻ പ്ലസ് ഫോസ്ഫേറ്റ്, അതാണ് റൈബോസ് സൈറ്റഡിലിക് ആസിഡ്, അതിനെയാണ് നമ്മൾ റൈബോസ് CMP എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ റൈബോസ് ഷുഗർ പ്ലസ് യുറാസിൽ പ്ലസ് ഫോസ്ഫേറ്റ്, അതിനെയാണ് നമ്മൾ റൈബോസ് യൂറിഡിലിക് ആസിഡ് അല്ലെങ്കിൽ റൈബോസ് UMP എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ പേരുകൾ വന്നിട്ടുള്ളതെന്നാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൺഫ്യൂഷൻസോ ഒന്നും ഇല്ലാതെ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഐഡിയ. ഇനി നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഇസ് ടൈപ്സ് ഓഫ് RNA. ഓരോ RNA പഠിക്കുമ്പോൾ അതിൻ്റെ താഴെ തന്നെ നമ്മളതിൻ്റെ ഫംഗ്ഷൻസും കൂടെ പഠിച്ചു പോകും. എന്നിട്ട് അവസാനം RNAയുടെ ജനറൽ ഫംഗ്ഷൻസും കൂടെ പഠിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ 2 ടൈപ്സ് RNA ആണുള്ളത്, ജനറ്റിക് RNAയും നോൺ ജനറ്റിക് RNAയും. ജനറ്റിക് RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് കൊടുക്കുന്നത് ത്രൂ RNA ആണെങ്കിൽ ആ RNAനെയാണ് നമ്മൾ ജനറ്റിക് RNA എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. മനുഷ്യരുടെ കേസിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് DNA ആണ്.
അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ DNA ആണ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് നമ്മൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടി വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ജനിതകമായിട്ട് കിട്ടി വരുന്ന കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇറ്റ് വിൽ ബി ദ ഈ പറഞ്ഞ DNA ആണ്, അല്ലേ? അപ്പോൾ DNA ആണ് അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. സിമിലർലി ചില ജീവികളുണ്ട് നമ്മളുടെ ചുറ്റിനും, അവരിൽ ഈ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഹെറിഡിറ്റി ആയിട്ടുള്ള കാര്യങ്ങളോ ട്രാൻസ്ഫർ ചെയ്യണം, ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ചെയ്യുന്നുണ്ടായിരിക്കുക RNA ആണെങ്കിൽ ആ RNA ആണ് നമ്മൾ ജനറ്റിക് RNA എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ടൊബാക്കോ മൊസൈക്ക് വൈറസിനകത്തുള്ള RNA TMV എന്ന് പറഞ്ഞിട്ടുള്ളത് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൊബാക്കോ മൊസൈക്ക് വൈറസിനകത്തുള്ള RNA ജനറ്റിക് RNAക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസ വൈറസ്, പോളിയോ വൈറസ്, അങ്ങനെയുള്ള പല പല വൈറസുകളിലുള്ള RNAസും ഇതുപോലെ ജനറ്റിക് ആയിട്ടുള്ള RNA ആയിട്ടാണ് കരുതുക. കാരണം അവർ ജനറ്റിക് മെറ്റീരിയൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഇവർ ട്രാൻസ്ഫർ ചെയ്യും. പിടികിട്ടിയോ? യെസ്. ഇനി നോൺ ജനറ്റിക് ആയിട്ടുള്ള RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറ്റിക് ക്യാരക്ടറൊന്നും ക്യാരി ചെയ്യത്തില്ല, പക്ഷേ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സോൾ പർപ്പസ് മാത്രമുള്ളവരെയാണ് നമ്മൾ നോൺ ജനറ്റിക് ആയിട്ടുള്ള RNA എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. 3 ടൈപ്സിലുള്ള RNA ആണ് ഇനിയുള്ളത്: mRNA, rRNA, then tRNA. mRNA നമ്മൾ മെസ്സഞ്ചർ RNA എന്ന് വിളിക്കും, rRNA നമ്മൾ റൈബോസോമൽ RNA എന്ന് വിളിക്കും, tRNA നമ്മൾ ട്രാൻസ്ഫർ RNA എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ ഞാൻ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. mRNA എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഷോർട്ട് സ്ട്രെച്ച് അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു പീസ്, ഇതിനെ നമ്മൾ mRNA എന്ന് പറഞ്ഞിട്ട് വിളിക്കൽ. tRNA എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ ലൂപ്സ് ഒക്കെ ഉള്ള ഒരു മോളിക്യൂളാണ് tRNA. rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമിൽ കാണുന്ന RNA, അതുകൊണ്ടാണ് അപ്പോൾ ഒരു ബ്ലൂവും യെല്ലോ കളറിൽ കൊടുത്തേക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി റൈബോസോമുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കാണുന്ന RNA ആണ് നമ്മൾ rRNA അല്ലെങ്കിൽ റൈബോസോമിലെ RNA എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ഏറ്റവും ആദ്യം ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് വോൾക്കിൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ആൻഡ് mRNA എന്ന് പറഞ്ഞ ടേം ഏറ്റവും ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ജേക്കബും അതുപോലെ തന്നെ മോണോഡ്, ഈ 2 സയൻറ്റിസ്റ്റുമാർ ചേർന്നിട്ടാണ് ഈ ടേം കൊണ്ടുവന്നത്. പക്ഷെ ഡിസ്കവർ ചെയ്തത് വോൾക്കിനാണ്. ഇതൊരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനാണ്. ബേസ് പെയറിംഗ് ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. ബേസ് പെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിനിൻ ഇവിടെ തൈമിനായിട്ട് ബൈൻഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ പെയർ ചെയ്യുന്നോ ഗ്വാനിൻ സൈറ്റോസിനായിട്ട് ബൈൻഡ് ചെയ്യുന്നോ അങ്ങനത്തെ പെയറിംഗ് ഒന്നും ഇവിടെ കാണില്ല. ജസ്റ്റ് ബേസസ് മാത്രമായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായത്. പിടികിട്ടിയാൽ ഇനി നമ്മുടെ ശരീരത്തിൽ കുറേ RNAകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതിനകത്ത് 3 മുതൽ 5% വരെ കാണാൻ പറ്റുന്നത് നമ്മൾക്ക് ഈ mRNA ആയിരിക്കും. ഇതിനകത്ത് ഏകദേശം 900 മുതൽ 1500 ന്യൂക്ലിയോടൈഡ്സ് വരെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മളുടെ ശരീരത്തിലുള്ള ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതല്ല ഇവർ. പകരം പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം അറിയണം എന്തൊക്കെ അമിനോ ആസിഡ്സ് ആണ് വേണ്ടത്. ഏതെങ്കിലും ഇഷ്ടമുള്ള അമിനോ ആസിഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടൊരു പ്രോട്ടീൻ നിർമ്മിക്കുമ്പോൾ ആവശ്യമനുസരിച്ചുള്ള അമിനോ ആസിഡ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ മെസ്സേജ് ഏതൊക്കെ അമിനോ ആസിഡ്സ് ചൂസ് ചെയ്യണം അങ്ങനെയുള്ള ജനറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ക്യാരി ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈ ജനറ്റിക് മെസ്സേജ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതാണ്? പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള മെസ്സേജ് ക്യാരി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു RNA ആണ് mRNA എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഈ സാധാരണ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ജീവികളുണ്ടല്ലോ, നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളവരെയാണ് നമ്മൾ യൂക്കാരിയോട്ടിക് ജീവികൾ എന്ന് പറയുന്നത്. യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ജീവികളുടെ mRNA നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 5' എൻഡിൽ നമ്മൾക്കൊരു ക്യാപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ കാണാനായിട്ട് പറ്റും. അത് ആക്ച്വലി മീഥൈൽ ഗ്വാനോസിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളിക്യൂളാണ്, ഒരു ന്യൂക്ലിയോടൈഡാണ്. 7-methyl guanosine എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. ഈ 5' എൻഡിൽ നമ്മളുടെ mRNAയുടെ യൂക്കാരിയോട്സിൻ്റെ mRNAയുടെ 5' എൻഡിൽ നമ്മൾക്ക് ഈ 7-methyl guanosine എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാനായിട്ട് പറ്റും. പിടികിട്ടിയോ? യെസ്. പക്ഷേ ഈ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ പ്രോകാരിയോട്സിൻ്റെ പ്രോപ്പർ ന്യൂക്ലിയസ് ഇല്ലാത്ത അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ പ്രോകാരിയോട്ടിൽ ഇത്തരത്തിലുള്ളൊരു ക്യാപ്പൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ആ ഒരു കാര്യം കൂടെ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി ക്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മളതിനെ നോൺ കോഡിംഗ് റീജിയൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടായിരിക്കുക. ക്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്ന തൊട്ടടുത്തുള്ള ഭാഗത്തെ നോൺ കോഡിംഗ് റീജിയൻ എന്ന് വിളിക്കും. അതിനെ നമ്മൾ ലീഡർ സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ക്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു നോൺ കോഡിംഗ് റീജിയനാണ്.
ദാറ്റ് ഈസ് ആക്ച്വലി ലീഡർ സീക്വൻസ്. ഈ ലീഡർ സീക്വൻസ് കഴിഞ്ഞിട്ട് എന്ത് കാണാൻ പറ്റും? ഒരു ഇനീഷ്യേറ്റർ കോഡോൺ കാണാൻ പറ്റും. ഇനീഷ്യേറ്റർ കോഡോൺ നമ്മൾ ആക്ച്വലി നമ്മളുടെ ജനറ്റിക് കോഡൊക്കെ പഠിക്കുന്നുണ്ട്. സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞിട്ട് AUG ആണ് നമ്മളുടെ സ്റ്റാർട്ട് കോഡോൺ വരുന്നത്. അപ്പോൾ ഈ ലീഡർ സീക്വൻസ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AUG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രിപ്ലറ്റ് കോഡോൺ ആണ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. AUG കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് കോഡിംഗ് റീജിയൻ കാണുന്നത്. ആ റീജിയനെ നമ്മൾ സെൻസിബിൾ റീജിയൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കാര്യം മനസ്സിലായോ? ഈ യൂക്കാരിയോട്സിൻ്റെ MRNA നോക്കിക്കഴിഞ്ഞാൽ 5' എൻഡിൽ നമുക്ക് ആരെ കാണാം? ഒരു ക്യാപ്പിനെ കാണാം. 7-methyl guanosine എന്നാണ് ആ ക്യാപ്പിൻ്റെ നെയിം അല്ലേ? യെസ്. ഇനി ആ ക്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു നോൺ കോഡിംഗ് റീജിയനാണുള്ളത്. ആ റീജിയനെ നമ്മൾ ലീഡർ സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ട് കോഡോൺ ഉണ്ട്, അത് AUG ആണ്. അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു കോഡിംഗ് റീജിയൻ ആണ്. ആൻഡ് ആ കോഡിംഗ് റീജിയനെ നമ്മൾ സെൻസിബിൾ റീജിയൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ. ആൻഡ് ഈ ട്രിപ്ലറ്റ് കോഡോൺസ് എന്ന് പറഞ്ഞില്ലേ, കോഡിംഗ് റീജിയനിലുള്ള ഓരോരോ കോഡോൺസും ആക്ച്വലി നമ്മളുടെ ആസിഡുമായിട്ട് കോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കോഡിംഗ് റീജിയൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് ടെർമിനേറ്റഡ് കോഡോൺസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നത്. UAA, UAG, UGA ഇത് മൂന്നുമാണ് നമ്മളുടെ സ്റ്റോപ്പ് കോഡോൺസ് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റോപ്പ് കോഡോൺസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ mRNAയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി 5' എൻഡിലെ ക്യാപ്പ്, അത് കഴിഞ്ഞിട്ട് നോൺ കോഡിംഗ് റീജിയൻ ആയിട്ടുള്ള ലീഡർ സീക്വൻസ്, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കോഡോൺ ആയിട്ടുള്ള AUG, അത് കഴിഞ്ഞിട്ട് കോഡിംഗ് റീജിയൻ ആയിട്ടുള്ള സെൻസിബിൾ റീജിയൻ, ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും സ്റ്റോപ്പ് കോഡോൺസ്. ഇത്രയുമായിരിക്കും. ആൻഡ് കോഡിംഗ് റീജിയൻ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് എന്ത് കാണാൻ പറ്റും? നോൺ കോഡിംഗ് റീജിയൻ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് വീണ്ടും ഈ നോൺ കോഡിംഗ് റീജിയൻ കഴിഞ്ഞിട്ട് ഒരു സംഭവം വരുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് എ ടെയിൽ. പോളി അഡിനൈലേറ്റ് റെസിഡ്യൂസ് ഒരുപാട് എണ്ണം ചേർത്തേക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മളതിന് പോളി അഡിനൈലേറ്റ് റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് അഡിനൈലേറ്റ് റെസിഡ്യൂസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ടെയിലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പോളി അഡിനൈലേറ്റ് ടെയിൽ അല്ലെങ്കിൽ പോളി A ടെയിൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. mRNAയുടെ 3' എൻഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക ഇത്തരത്തിലുള്ളൊരു ടെയിലാണ്. ഇത് യൂക്കാരിയോട്സിൻ്റെ mRNAയിൽ മാത്രമേ ഉള്ളൂ, പ്രോകാരിയോട്സിൻ്റെ mRNAയിൽ ഇല്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സ്ട്രക്ചർ പറഞ്ഞു നോക്കാം. ഇനിഷ്യലി നമ്മൾക്ക് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു 5' എൻഡിൽ. 7-methyl guanosine ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ടൊരു നോൺ കോഡിംഗ് റീജിയൻ വന്നു, അതിനെ നമ്മൾ ലീഡർ സീക്വൻസ് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കോഡോൺ വന്നു. സ്റ്റാർട്ട് കോഡോൺ ആയിരുന്നു AUG. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതായിരുന്നു കോഡിംഗ് റീജിയൻ അല്ലെങ്കിൽ സെൻസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഈ സെൻസിബിൾ റീജിയൻ കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ടെർമിനേറ്റഡ് കോഡോൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ കാണാൻ പറ്റും. UAA, UAG, UGA ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് വരിക. അതിനുശേഷം വീണ്ടും ഒരു നോൺ കോഡിംഗ് റീജിയൻ ആണ്. നോൺ കോഡിംഗ് റീജിയന് ശേഷം നമ്മൾക്ക് എന്തിനെ കാണാം? 3' എൻഡിലായിട്ട് ഒരുപാട് അഡിനൈലേറ്റ് റെസിഡ്യൂസ് ചേർത്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോളി അഡിനൈലേറ്റ് ടെയിൽ കാണാനായിട്ട് pറ്റും. ഇങ്ങനെയാണ് ഒരു mRNAയുടെ സ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ 5' ക്യാപ്പ്, 3' ടെയിൽ, അതിനുശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾക്ക് നോൺ കോഡിംഗ് റീജിയൻസ് കാണാം. അതിനുശേഷം നമ്മൾക്ക് സ്റ്റാർട്ട് കോഡോൺ കാണാം. ദെൻ സ്റ്റോപ്പ് കോഡോൺ എന്നായിരിക്കും. സ്റ്റോപ്പിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ടാവുക? ഈ കോഡിംഗ് റീജിയൻ അല്ലെങ്കിൽ സെൻസിബിൾ റീജിയനെ കാണാൻ പറ്റുന്നുണ്ടാവുക. മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക, എന്നിട്ട് ഒന്ന് സ്ട്രക്ചർ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. യെസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഫംഗ്ഷനിലോട്ടാണ് പോകുന്നത്. യൂഷ്വലി നമ്മളുടെ DNAയിൽ നിന്നിട്ടുള്ള മെസ്സേജസുമായിട്ടാണ് ഇത് കൊണ്ടുവരിക, അല്ലെങ്കിൽ മെസ്സേജസ് ആണ് ഇത് ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കുക. മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം. റൈബോസോം പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ റൈബോസോമിലേക്ക് അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിലേക്ക് പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള ജനറ്റിക് ആയിട്ടുള്ള മെസ്സേജുകളെല്ലാം ക്യാരി ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളൊരു ജോലിയാണ്, ഒരു ഫംഗ്ഷനാണ് mRNAയ്ക്കുള്ളത്. പിടികിട്ടിയാ? ഇനി നമ്മൾ ഇത്രയേ ഉള്ളൂ mRNA പറ്റി പഠിക്കാനായിട്ട്. ഇനി നമ്മൾ അടുത്തത് ട്രാൻസ്ഫർ RNAയിലോട്ട് പോവുകയാണ്. ദാറ്റ് ഇസ് tRNA. ഇത് ആക്ച്വലി നമ്മളുടെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ അമിനോ ആസിഡ്സിന് ഏതൊക്കെ എടുക്കണം, ഏതൊക്കെ അമിനോ ആസിഡാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുള്ള മെസ്സേജ് നമുക്ക് ഓൾറെഡി mRNA കൂടെ കിട്ടി. ഇത് നമ്മൾ അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് റൈബോസോമിൽ കൊടുക്കണം, എന്നാലേ റൈബോസോം നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കി തരുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൈബോസോമിലേക്ക് പ്രോട്ടീൻ എത്തിച്ചു കൊടുക്കുന്ന അത്തരത്തിലുള്ള അമിനോ ആസിഡ്സ് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള RNAനെയാണ് നമ്മൾ ട്രാൻസ്ഫർ RNA. അവർ ട്രാൻസ്ഫർ ചെയ്യും പലയിടത്തു നിന്നും അമിനോ ആസിഡിനെ അവരെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? റൈബോസോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ അമിനോ ആസിഡ്സ് ആണ് അവർ ആ മെസ്സേജ് ഉപയോഗിച്ച് mRNA എന്നുള്ള മെസ്സേജ് ഉപയോഗിച്ച് പ്രോട്ടീനായിട്ട് മാറ്റുന്നുണ്ടായിരിക്കുക. നമ്മളുടെ ശരീരത്തിലുള്ള ടോട്ടൽ RNAയിൽ ഏകദേശം 3 മുതൽ 15% വരെ ട്രാൻസ്ഫർ RNAനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് ഏറ്റവും ചെറിയ ട്രാൻസ്ഫർ RNAയിൽ ഏകദേശം 80 ന്യൂക്ലിയോടൈഡ്സ് റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉണ്ടാകുന്നുണ്ടായിരിക്കുക. tRNA നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 2 സ്ട്രാൻഡ്സിൽ DNA പോലെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ചില പോർഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾക്ക് നേരത്തെ നമ്മൾ DNAയിൽ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ബേസ് പെയറിംഗ് ഒക്കെ കാണാം. അപ്പോൾ അഡനിൻ യുറാസിലുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും ബേസ് പെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു RNA നമ്മൾ സോല്യുബിൾ RNA അല്ലെങ്കിൽ അഡാപ്റ്റർ RNA എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. സോല്യുബിൾ RNA നമ്മൾ
ഷോർട്ട് ഫോമിൽ SRNA എന്ന് പറഞ്ഞിട്ട് വിളിക്കും. 25 SRNA, 5.5 SRNA എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജീൻ എക്സ്പ്രഷൻ്റെ ഭാഗങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ക്ലാസ്സുകളിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മളുടെ മെസ്സേജിനനുസരിച്ച് റൈബോസോമിലോട്ട് അമിനോ ആസിഡിനെ എത്തിച്ചു കൊടുക്കുന്ന ട്രാൻസ്ഫർ ചെയ്യുന്നതായതുകൊണ്ടാണ് നമ്മളതിനെ ട്രാൻസ്ഫർ RNA എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഓക്കെ. ആൻഡ് ഇതിനൊരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിനെ നമ്മൾ ക്ലോവർ ലീഫിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ക്ലോവർ ലീഫിൽ പോലത്തെ ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ക്ലോവർ ലീഫ് മോഡൽ ഓഫ് RNA എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ആൻഡ് ഏറ്റവും ആദ്യമായിട്ട് ഇതിനെ ക്ലോവർ ലീഫിനോട് ഉപമിച്ചത് റോബർട്ട് ഹോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് ഈ ട്രാൻസ്ഫർ RNAക്ക് ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ ആണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. ഓക്കെ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ RNA ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ക്ലോവർ ലീഫിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കിട്ടുക. ട്രൈഫോളിയം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറൊക്കെ കിട്ടുന്നത് ഫോൾഡഡ് ആയിട്ടുള്ള tRNAക്കകത്താണ്. അല്ലാതെ ഇരിക്കുന്ന tRNAക്കകത്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി tRNAക്കും ഇതുപോലെ ഒരു രണ്ട് പോളാർ എൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. 3' എൻഡ് ഉണ്ട്, 5' എൻഡ് ഉണ്ട്. 3' എൻഡ് നമുക്ക് കാണാൻ പറ്റുന്ന ബേസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് CCA. ഓക്കെ. 5' എൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് GUA എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസുമായിരിക്കും. ഓക്കെ, ഓർക്കണം കേട്ടോ. tRNAൻ്റെ 3' നമ്മൾക്ക് CCA കാണാം, ദെൻ 5' എൻഡിൽ GUA കാണാം എന്നുള്ള കാര്യം ഓർക്കണം. ഇനി അതിന് 4 ആംസ് ഉണ്ട്. ഈ ആമിനെ നമ്മൾ അക്സെപ്റ്റർ ആം എന്ന് വിളിക്കും. ഒരാമാണ് അക്സെപ്റ്റർ ആം. ദെൻ സ്യൂഡോ യൂറിഡീൻ ആം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അതിനെയാണ് നമ്മൾ ആ ഒരു ഷോർട്ട് ഫോമിൽ T5C ആം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത്. ദെൻ മൂന്നാമത്തെ ആമാണ് DHU ആം എന്ന് പറയുന്നത്. ഡൈഹൈഡ്രോക്സിഡിൻ ആം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ആം എന്ന് പറയുന്നത് ആൻറ്റിക്കോഡോൺ ആം. ഇങ്ങനെ 4 ആംസാണ് ഉള്ളത്. ഈ ആംസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾക്ക് ഇൻ ഡീറ്റെയിൽ ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ. ഓരോ ആമിനും 2 ഭാഗങ്ങളാണുള്ളത്. ഒരു സ്റ്റെമ്മും ഉണ്ടായിരിക്കും, ഒരു ലൂപ്പും ഉണ്ടായിരിക്കും. പക്ഷേ എക്സെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആമില്ലേ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത്, അതിനാകെ സ്റ്റെം മാത്രമേ ഉള്ളൂ, ലൂപ്പ് ഉണ്ടാവത്തില്ല. എക്സെപ്റ്റർ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ, ഈ സ്റ്റെം മാത്രമേ ഉള്ളൂ, ബാക്കി ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക ആക്ച്വലി ഒരു അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ CCA എന്ന് പറഞ്ഞില്ലേ, നമ്മൾ 3' എൻഡിൽ CCA ആണെന്ന് പറഞ്ഞു. ഈ CCAനോട് ചേർന്നിട്ടായിരിക്കും അമിനോ ആസിഡ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് 3 അൺപെയർഡും 7 പെയർഡും ആയിട്ടുള്ള നൈട്രജൻ ബേസസിനെ കാണാൻ പറ്റും. ശ്രദ്ധിക്കണം, 3 അൺപെയർഡും 7 പെയർഡും ആയിട്ടുള്ള നൈട്രജൻ ബേസുകളെ നമ്മൾക്ക് അക്സെപ്റ്റർ ആമിൽ കാണാൻ പറ്റും. ഇനി DHU ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4 പെയർഡും 10 അൺപെയർഡും ആയിട്ടുള്ള നൈട്രജൻ ബേസസിനെ കാണാൻ പറ്റും. ഈ ഡേറ്റ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി DHU ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എൻസൈം ആവശ്യമാണ്. ആ എൻസൈമിൻ്റെ പേരാണ് tRNA സിന്തറ്റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻസൈം അറ്റാച്ച് ചെയ്യുന്ന ഒരു ആമാണ് DHU ആം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആമില്ലേ T5C ആം എന്ന് പറയുന്നത്, അവിടെ 5 പെയർഡും 4 അൺപെയർഡും ആയിട്ടുള്ള നൈട്രജൻ ബേസുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആക്ച്വലി പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് റൈബോസോമിനോട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആം ഉള്ളത്. ഓരോ ആമിൻ്റെ ഫംഗ്ഷനും ഓരോ ആമിൽ എത്ര പെയർഡ് അൺപെയർഡൊക്കെ ഉള്ളതെന്നുള്ളത് ഓർക്കണം കേട്ടോ. ഓക്കെ. പിന്നെ ലാസ്റ്റ് ആമാണ് ആൻറ്റിക്കോഡോൺ ആം എന്ന് പറയുന്നത്. ഇവിടെ 5 പെയർഡും 7 അൺപെയർഡ് ആയിട്ടുള്ള നൈട്രജൻ ബേസസിനെ കാണാം. ഇതിൽ 3 അൺപെയർഡ് നൈട്രജൻ ബേസസ് ആണ് ഒരുമിച്ച് ചേർന്നിട്ട് നമ്മൾ എന്ത് വിളിക്കും, ആൻറ്റിക്കോഡോൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. mRNAയിൽ കോഡോൺ ഉണ്ടായിരിക്കും. കോഡോൺ എന്ന് പറഞ്ഞാൽ 3 ലെറ്റേഴ്സ്, ഇപ്പോൾ AUGCയിൽ ഏതെങ്കിലും 3 ലെറ്റേഴ്സ്, അതിനെയാണ് കോഡോൺ എന്ന് വിളിക്കുക. അപ്പോൾ ആ കോഡോൺ mRNAയിൽ ഒരുപാട് കോഡോണുകളുണ്ടല്ലോ, ആ കോഡോണിനോട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള രീതിയിലായിരിക്കും ആര് വരുന്നത്, ഈ ആൻറ്റിക്കോഡോൺ വരുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡിനെ ഒക്കെ റൈബോസോമിലോട്ട് എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് tRNAക്ക് ഉള്ളത്. പിന്നെ ഈ അമിനോ ആസിഡ്സിനെ റൈബോസോമിലോട്ട് എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക മറ്റ് കുറച്ച് ചില്ലറ ഫംഗ്ഷൻസും കൂടെ ഉണ്ട്. ഈ അമിനോ ആസിഡിനെ എല്ലാം നമ്മൾ പ്രോട്ടീൻസ് ആക്കണമെന്നുണ്ടെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് വെച്ചിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അമിനോ ആസിഡുകളുടെ ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ടാണ് കാണുന്നത്. അത് വെച്ചിട്ടാണ് ഈ അമിനോ ആസിഡിനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ പ്രോട്ടീൻസോ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്സോ ഒക്കെ ആക്കിയിട്ട് മാറ്റുക. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആർക്ക് ഫംഗ്ഷൻ ഉണ്ട്, tRNAക്ക് ഫംഗ്ഷൻ ഉണ്ട്. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടെ ആർക്കുണ്ട്, നമ്മളുടെ tRNAക്ക് അങ്ങനെ ഒരു ജോലിയും കൂടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കണം. പിന്നെ ഈ അമിനോ ആസിഡിനെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, റൈബോസോമിലോട്ട് അമിനോ ആസിഡിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ആക്ച്വലി നമ്മളുടെ rRNAയിലുള്ള 3 കോഡോൺസ്, ന്യൂക്ലിയോടൈഡ് കോഡോൺസിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിനെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മൾ RNA പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, RNA ബേസിക്കലി നമ്മളുടെ അമിനോ ആസിഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അമിനോ ആസിഡിനെ കൂട്ടി യോജിപ്പിക്കാനുള്ള പെപ്റ്റൈഡ് ആ ഒരു കണക്ഷനൊക്കെ, ആ ഒരു രീതിയിലുള്ള കണക്ഷൻ പരിപാടികളിലും ചെറിയൊരു റോള് നമ്മളുടെ tRNAക്ക് ഉണ്ടെന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് ടൈപ്പ് RNA ദാറ്റ് ഈസ് റൈബോസോമൽ RNA, rRNA എന്ന് വിളിക്കും നമ്മളതിനെ. നമ്മുടെ സെല്ലിനകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന RNA എന്ന് പറയുന്നത് റൈബോസോമൽ RNA ആണ്. നമ്മുടെ ശരീരത്തിലുള്ള ടോട്ടൽ RNAയിൽ 80% rRNA ആയിരിക്കും.
ഇതാണ് നമ്മളുടെ റൈബോസോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. റൈബോസോമിൽ ഒരുപാട് RNAs കാണാൻ പറ്റും. ആൻഡ് ഇവിടെയും ഈ RNA കുറേ ഇങ്ങനെ ഫോൾഡായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. ഫോൾഡിങ്സിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് പെയറിംഗ് ആണ്. അഡിനിൻ യുറാസിലുമായിട്ടും ഗുവാനിൻ സൈറ്റോസിനുമായിട്ടും പെയർ ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി RNAയിൽ ഏകദേശം 120 മുതൽ 4500 റൈബോന്യൂക്ലിയോടൈഡ്സ് വരെയാണുള്ളത്. ആൻഡ് റൈബോസോമിന് സ്ട്രക്ചർ കൊടുക്കുന്നതും പ്രോട്ടീനിന് ആ സ്ട്രക്ചർ കൊടുക്കുന്നതൊക്കെ ഈ ഒരു RNA ആയതുകൊണ്ട് നമ്മളിതിനെ സ്ട്രക്ചറൽ RNA എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റൈബോസോമിൻ്റെ സ്ട്രക്ചറും ഫോം ചെയ്യിക്കുന്നുണ്ട്, അതുപോലെ പ്രോട്ടീൻ്റെ ഒരു സ്ട്രക്ചറും കൂടെ ഇത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റൈബോസോമിൽ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണുള്ളത്. ഒരു ചെറിയൊരു സബ് യൂണിറ്റ് ഉണ്ടായിരിക്കും, ഒരു വലിയ സബ് യൂണിറ്റ് ഉണ്ടായിരിക്കും. ചെറിയ സബ് യൂണിറ്റിനെ നമ്മൾ സ്മോളർ സബ് യൂണിറ്റ് എന്നും വലുതിനെ ലാർജർ സബ് യൂണിറ്റ് എന്നും പറഞ്ഞിട്ട് വിളിക്കും. ഈ സ്മോൾ സബ് യൂണിറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RNA റീഡ് ചെയ്യും. RNA റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് അമിനോ ആസിഡും പെപ്റ്റൈഡൊക്കെ ചേർത്ത് അതിനൊരു പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീനാക്കി മാറ്റുന്ന ആളാണ് ലാർജർ സബ് യൂണിറ്റ്. മനസ്സിലായോ? സ്മോൾ സബ് യൂണിറ്റ് എന്താ ചെയ്യുക? RNA റീഡ് ചെയ്യുന്നു. ലാർജ് സബ് യൂണിറ്റ് അതിനകത്ത് ആ റീഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ആ റീഡിങ്ങിനനുസരിച്ചിട്ടുള്ള മെസ്സേജിനനുസരിച്ചുള്ള അമിനോ ആസിഡ്സിനെ എല്ലാം ചേർത്ത് വയ്ക്കുന്നു. അതിൻ്റെ ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ടൊക്കെ വെച്ചിട്ട് അവരെ കണക്ട് ചെയ്ത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടീനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. അതാണ് ലാർജ് സബ് യൂണിറ്റിൻ്റെ ജോലി. ഓക്കെ, ഓരോ സബ് യൂണിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലോ RNA നമുക്ക് കാണാനായിട്ട് പറ്റും. RNA മാത്രമല്ല, അവിടെ റൈബോസോമിൽ മാത്രം കാണുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ആ എക്സ്ക്ലൂസീവ് പ്രോട്ടീൻസിനെ നമ്മൾ റൈബോസോമൽ പ്രോട്ടീൻസ്, പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ആൻഡ് നമ്മൾക്ക് റൈബോസോംസിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNAs കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ചിലത് ചെറിയ RNAകളാണ്, അപ്പോൾ നമ്മൾ തന്നെ സ്മോൾ RNAs എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ചിലത് വലുതായതുകൊണ്ട് നമ്മൾ തന്നെ ലാർജർ RNAs എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ യൂഷ്വലി നമ്മളുടെ ചെറിയ RNA പൊതുവേ നമ്മുടെ റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റിലും ലാർജ് RNA ലാർജർ സബ് യൂണിറ്റിലുമാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൈബോസോമിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് RNA ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഈ RNAs ഒക്കെ കമ്പൈൻ ചെയ്യും, പ്രോട്ടീൻസൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യും. ഇതൊക്കെ സൈറ്റോപ്ലാസ്റ്റിൽ നടക്കുന്നത്, കാരണം റൈബോസോം സൈറ്റോപ്ലാസ്റ്റിലാണ് കാണുന്നത്. അപ്പോൾ ഈ RNAയും അതുപോലെ പ്രോട്ടീനൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾക്ക് എന്തുണ്ടാവുക, റൈബോസൈംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കുക. അത് ആക്ച്വലി ഈ റൈബോസോംസ് നമ്മളുടെ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടതായിട്ടുള്ള ഒരു മേജറായിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ റൈബോസോംസ് വേണം. ഈ RNAയും പ്രോട്ടീനൊക്കെ ചേർന്ന് റൈബോസോമുകൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവില്ല. പിന്നെ അവർക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് എൻസൈംസും അവിടെയുണ്ട്. പിടികിട്ടിയോ? യെസ്. ഇനി ഈ പറഞ്ഞ പോലെ നമ്മളുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് mRNA കൂടെ പാസ് ചെയ്യും. കാരണം mRNA റീഡ് ചെയ്ത് അതിൽ ട്രാൻസ്ലേഷൻ നടന്നിട്ടാണ് പിന്നീട് അമിനോ ആസിഡ്സിനെ എല്ലാം കണക്ട് ചെയ്തിട്ടൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് mRNAയുടെ ഒരറ്റം മുതൽ അങ്ങറ്റം വരെ പോകുന്നുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് റീഡിംഗ് കൂടെയാണ് നമ്മൾക്ക് കംപ്ലീറ്റ് ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് മോളിക്യൂൾസിനെ കിട്ടുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? യെസ്. ആൻഡ് ഇത് മാത്രമല്ല, ഈ tRNAs ഒക്കെ തമ്മിൽ ബൈൻഡ് ചെയ്തിട്ട് മറ്റു മോളിക്യൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത്. ഇവർ 3 പേര് മാത്രം വിചാരിച്ച് നടക്കില്ല, വേറെ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് പ്രോട്ടീൻ സിന്തസിസിൽ ആവശ്യമാണ്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ റൈബോസോമിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കണം. പിന്നെ അത് മാത്രമല്ല mRNA tRNA ഒക്കെ ആയിട്ട് ബൈൻഡ് ചെയ്യണം. ബൈൻഡ് ചെയ്ത് ഇവരെ റൈബോസോമിലോട്ട് എത്തിക്കണം. ആൻഡ് ഇതിനെല്ലാം ട്രാൻസ്ലേഷൻ നടത്തി പ്രോട്ടീൻസ് ആക്കി കൺവേർട്ട് ചെയ്യണം. mRNAനെ പ്രോട്ടീനാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ വിളിക്കാം. mRNA ഓൾറെഡി ഉണ്ട്, അത് റീഡ് ചെയ്ത് അതിനനുസരിച്ചുള്ളൊരു അമിനോ ആസിഡൊക്കെ കളക്ട് ചെയ്ത് അമിനോ ആസിഡ് യൂസ് ചെയ്ത് ബൈൻഡ് ചെയ്ത് ഒട്ടിച്ചു വെച്ച് ചേർത്ത് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുക. ഇത്രയും ജോലിയാണ് ആർക്കുള്ളത്? നമ്മളുടെ റൈബോസോമൽ RNAക്കുള്ളത്. അപ്പോൾ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു റോളാണ് ഈ RNAക്കുള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിടികിട്ടിയോ? റൈബോസോമിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ RNA വേണം. mRNAയും tRNA ഒക്കെ റൈബോസോമായിട്ട് ബൈൻഡ് ചെയ്യാൻ RNA വേണം. RNA ആണ് ഇതെല്ലാം റീഡ് ചെയ്തിട്ട് പിന്നീട് അമിനോ ആസിഡിനെ എല്ലാം യൂസ് ചെയ്ത് ചേർത്ത് വെച്ചിട്ട് പ്രോട്ടീനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA. ഈ 3 RNAയുടെ ഫംഗ്ഷൻസും ഞാൻ അതിൻ്റെ കീഴിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNA ഒരു ന്യൂക്ലിക് ആസിഡാണ് ചില ജീവികളിൽ നമ്മൾ പറഞ്ഞു. ഇനി ഇത് മാത്രമല്ല, ഒരു മെസ്സഞ്ചറായിട്ടും കൂടെ അത് വർക്ക് ചെയ്യാറുണ്ട്. DNA റൈബോസോംസിൻ്റെ ഇടയിലൊക്കെ ഉള്ളൊരു മെസ്സഞ്ചറായിട്ട് അത് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് ഇപ്പോൾ വൈറസ് പോലെയുള്ള ചില ജീവികളിൽ കാണാമെന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ചില ബയോളജിക്കൽ റിയാക്ഷൻസ്, ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യുക, സെൻസിങ്, സെല്ലുലാർ സിഗ്നൽസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലുള്ള ചില ബയോളജിക്കൽ പ്രോസസ്സുകളിലൊക്കെ നമ്മൾക്ക് ഈ RNA മോളിക്യൂൾസിനെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ mRNA ആണ് DNA കോപ്പി ചെയ്യുന്നത്. ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ടല്ലോ, അതിനെ കോപ്പി ചെയ്തിട്ട് കിട്ടുന്നത് ആക്ച്വലി mRNA ആണ്. ആൻഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, DNA mRNA ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് അതിൽ നിന്നൊരു mRNA ഉണ്ടാക്കിയിട്ടാണ് ആ mRNA മെസ്സേജുമായിട്ട് എങ്ങോട്ട് വരുന്നത്? സൈറ്റോപ്ലാസത്തിലുള്ള റൈബോസോമിലോട്ട് വരുന്നത്.
പിടികിട്ടിയോ. എന്നിട്ട് ആ മെസ്സേജുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീൻ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റൈബോസോമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ RNA ആണ്. ആൻഡ് mRNA റീഡ് ചെയ്യുന്നതും അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ഈ RNA ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ട്രാൻസ്ഫർ RNAയുടെ റോള് നമ്മൾ പറഞ്ഞു, റൈബോസോമിലോട്ട് അമിനോ ആസിഡ്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ RNAക്ക് സുഖമായിട്ട് ഓരോ അമിനോ ആസിഡിനെ എടുക്കുക, പെപ്റ്റൈഡ് വെച്ച് കണക്ട് ചെയ്യുക, പ്രോട്ടീൻ ആക്കുക. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ചില RNAs കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്, കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില RNA മോളിക്യൂൾസിനെ കട്ട് ചെയ്യാനും അതുപോലെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടും പെപ്റ്റൈഡ് ബോണ്ടുകൾ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് ചില RNAസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു RNA ഒരു എൻസൈമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ അതിനുണ്ടെങ്കിൽ നമ്മളതിനെ റൈബോസൈംസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാറ്റലിസിസ് ആക്ടിവിറ്റിയുള്ള RNAനെയാണ് നമ്മൾ റൈബോസൈംസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. അതൊരു ചെറിയൊരു ഐഡിയ. റൈബോസൈംസ് നിങ്ങൾ ഓൾറെഡി ബയോടെക്നോളജിയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് കുറച്ചധികം കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ആൻഡ് വി സ്റ്റഡീഡ് അബൌട്ട് നമ്മളുടെ കംപ്ലീറ്റ് RNA എന്ന് പറഞ്ഞിട്ട് RNAയുടെ ടൈപ്സ്, ഫങ്ഷൻസ്. ഇത് ഒരൊറ്റ സിംഗിൾ സെൻറ്റൻസിലായിട്ട് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ടോപ്പിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് RNA എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സമ്മറി, ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ലാതെ നമ്മൾ ടൈപ്സ് ഓഫ് RNA എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ദെൻ RNAയുടെ ടൈപ്സും അതിൻ്റെ രൂപം എന്താ, അതിൻ്റെ സ്ട്രക്ചർ എന്താ, അതിൻ്റെ കോമ്പോസിഷൻ എന്താ, അങ്ങനെയുള്ള ഓരോരോ ടൈപ്സിൻ്റെ ഡീറ്റെയിൽസും ഓരോന്നിൻ്റെ ഫംഗ്ഷൻസും പഠിച്ചു. ജനറൽ ഫംഗ്ഷൻസും കൂടെ പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. ആൻഡ് നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഹെൽപ്ഫുൾ ആയിരുന്നു, അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID യും സോഷ്യൽ മീഡിയ IDs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ആൻഡ് ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.